ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെസഹായ്ക്കുള്ള ഇൻട്രിയപ്പവും പെസഹ പാലും ഉണ്ടാക്കാം. അതിനായി ഉഴുന്ന് 1/4 കപ്പ് 5 മണിക്കൂർ കുതിർത്തെടുത്തത്, ഇത് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. പച്ചരി 1 കപ്പ് 5 മണിക്കൂർ കുതിർത്തെടുത്തത്, ഇത് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ച് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ചേർക്കുക. ഇത് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങ ചിരകിയത്, ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പുണ്ട് തേങ്ങ. ചെറിയ ഉള്ളി 30 ഗ്രാം, വെളുത്തുള്ളി 50 ഗ്രാം, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇവ തരിയായി അരച്ച് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ മാറ്റി വെക്കുക. ഇത് പുളിക്കാൻ അനുവദിക്കരുത്. അരമണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ പുരട്ടി പാത്രത്തിൻ്റെ പകുതി ആകുന്നത് വരെ മാവ് ഒഴിച്ച് അടച്ചു വെച്ച് 25 മിനിറ്റ് ആവിയിൽ വേവിക്കാവുന്നതാണ്. ഇതിലേക്ക് കുരുത്തോല ഒരു ചെറിയ കുരിശാകൃതിയിലെടുത്ത് 10 മിനിറ്റിന് ശേഷം മാവിൻ്റെ നടുക്കായിട്ട് വെക്കാവുന്നതാണ്. നേരത്തെ കുരിശിട്ടാൽ അത് മാവിൽ താണു പോകും. ഞാനിപ്പോൾ ഇൻട്രിയപ്പത്തിൽ കുരിശ് വെക്കുന്നില്ല. 25 മിനിറ്റിന് ശേഷം അപ്പം റെഡിയായി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ പാലാണ്. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും 1/4 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും ചേർത്ത് നന്നായി ഇളക്കി മാറ്റിവെക്കുക. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 3.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞാൻ ഇതിനായി 1 തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര 200 ഗ്രാം, 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തത്, നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും പാലും ഇതിലേക്ക് ചേർത്ത് ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള് ഇവ ചേർത്ത് നന്നായി തുടർച്ചയായി ഇളക്കി വേണം ഇത് തിളപ്പിക്കാൻ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഞാനിത് 10 ഗ്ലാസ് കിട്ടത്തക്ക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് അതിലേക്ക് 2 പാളയൻകോടൻ പഴം വട്ടത്തിൽ മുറിച്ചത് ചേർക്കുക. കുരുത്തോല ചെറിയ ഒരു കുരിശാകൃതിയിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പം കുരിശ് ഇതിൽ ഇടുന്നില്ല. കുരിശും ഇട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കമൻറ്റ്സ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.